കൊളംബോ യാത്ര മാറ്റിവെച്ചിട്ട് സംഘം അന്വേഷണം ആരംഭിച്ചു. ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് അവരുടെ മുമ്പിൽ പല്ലളിച്ചു കാണിച്ചത്. ഇന്ത്യയിലാകമാനം ഈ രോഗം വളരെ മാരകമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭീകരാവസ്ഥ കൂടുതലുമുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെന്ന് അവർ കണ്ടുപിടിച്ചു. കേരളത്തിൽ ഇതിൻ്റെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണെന്ന് സംഘം കണ്ടുപിടിച്ചു. അത് പെട്ടെന്ന് പിഴുതെടുക്കാൻ കഴിയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ചില വാരികകളിലാണ് ഈ രോഗത്തിൻ്റെ വൈറസുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. ഈ വൈറസിൻ്റെ ഓമന പേര് തുടരൻ, അങ്ങനെയൊക്കെയുള്ള പല പേരുകളിലും ഇവൻ അറിയപ്പെടും. ഇത് വായിച്ച് എത്രയോ പാവങ്ങൾ മനോരോഗികളായിട്ടുണ്ടത്രേ. എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടത്രേ. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയറ് പിരിക്കാൻ പോകുന്നവർ, ഇവരെയൊക്കെയാണ് ഈ വൈറസുകൾ തുടക്കത്തിൽ പിടികൂടിയത്. 3 നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഈ പാവങ്ങളെ വൈറസുകൾ സ്വപ്ന ലോകത്തേക്കാണ് നയിച്ചത്. അതായത് 17കാരിയായ ഒരു പെൺകുട്ടി കയറ് പിരിക്കാൻ പോവുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് ഒരു ബെൻസ് കാറ് അവളുടെ മുമ്പിൽ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തല പുറത്തേക്കിട്ട് സുന്ദര കുട്ടപ്പനായ ഒരു ചെറുപ്പക്കാരൻ അവളോട് ചോദിച്ചു, കുട്ടി, തോമസ് കുട്ടി മാസ്റ്ററുടെ വീടേതാ? അന്യപുരുഷനോട്, അതും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് ഒരു നല്ല പെൺകുട്ടിക്ക് ചേർന്ന സ്വഭാവമല്ലെന്ന് അറിയാവുന്ന പെൺകുട്ടി ആ ചോദ്യത്തെ അവഗണിച്ച് നടന്നുപോയി. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. കുട്ടി നിൽക്കൂ, ദയവ് ചെയ്ത് തോമസ് കുട്ടി മാസ്റ്ററുടെ വീടേതാണെന്നൊന്ന് പറഞ്ഞു തരൂ. അവൾ നിന്നില്ല. ഇതാണ് നായകൻ്റെയും നായികയുടെയും കണ്ടുമുട്ടലിൻ്റെ തുടക്കം. നഗരത്തിലെ വ്യവസായ പ്രമുഖനായ ഒരാളിൻ്റെ മകനാണ് ഈ ചെറുപ്പക്കാരൻ. MBBS ആണ്. MDക്ക് ചേരാൻ നിൽക്കുകയാണ്. അന്യപുരുഷനോട് സംസാരിക്കാൻ മടി കാണിച്ച പതിവ്രതയായ ആ പെൺകുട്ടിയോട് ചെറുപ്പക്കാരന് എന്തോ ഒരു ഇത് തോന്നുന്നു. അയാൾ പിറ്റേന്നും ബെൻസ് കാറിൽ അതുവഴി വരുന്നു. അടുത്ത ദിവസം അയാൾ കാറ് മാറ്റാണ്, BMW. അതിനടുത്ത ദിവസം ടയോട്ട, പിന്നെ റോൾസ് റോയ്സ്, പിന്നെ വോൾവോ, ലിമുസിൻ, അങ്ങനെ കാറുകൾ മാറ്റി അയാൾ അങ്ങനെ വരികയാണ്. അവസാനം പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനാവാതെ വരുന്നു. അവർ പ്രണയത്തിലാവുന്നു. പിന്നെ നായകൻ്റെ അച്ഛൻ്റെ പൊട്ടിത്തെറി, അമ്മയുടെ പൊട്ടിക്കരച്ചൽ. നായകൻ്റെ അച്ഛൻ പറയുന്നു, നീ ആ കയറ് പിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എൻ്റെ സ്വത്തിൽ ഒരു തരിമ്പും തരില്ല എന്ന്. അങ്ങനെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവരൊന്നിക്കുകയാണ്. ഇതിനിടയിലൊരു വില്ലൻ കാണും. ഈ പെൺകുട്ടിയുടെ ചെറുപ്പകാലം തൊട്ട് അവളെ ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്ന ഒരുത്തൻ. ഇവനുമായിട്ട് നായകൻ്റെ ഒരു സ്റ്റണ്ട് ഇതിനിടയിൽ കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ മാത്രമല്ല, ഇപ്പോൾ ജാതി വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു നമ്പൂതിരി യുവാവ് താഴ്ന്ന ജാതിക്കാരിയായ പെൺകുട്ടിയെ പ്രണയിക്കുന്നു, മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ പ്രണയിക്കുന്നു. പിന്നെ ഈ കഥാവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ നേരെ തിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊരു പെൺകുട്ടി വരികയാണ്. പരിഷ്കാരവും പഠിപ്പും നല്ല പണമൊക്കെയുള്ള പെൺകുട്ടി അവളുടെ തന്നെ അച്ഛൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളിയെ പ്രണയിക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ വായിച്ച് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ വിചാരിക്കുകയാണ്, ഒരു ദിവസം ഇതുപോലെ ഒരു ബെൻസ് കാറ് എൻ്റെ മുമ്പിലും വന്നു നിൽക്കും എന്നവർ സ്വപ്നം കാണുകയാണ്.